സ്വന്തം ഭാര്യമാരെയും പാർട്ടി അനുഭാവികളെയും സർവകലാശാലയുടെ ഓരോ സ്ഥാനത്ത് കയറ്റുക എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപകടകരമായൊരു നിലയിലേക്കാണ് പോകുന്നത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരെ സർവകലാശാലകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിയമിക്കുന്നത് ഒരു പുതിയ സംഭവമല്ല. എല്ലാവരും തന്നെ CPM അനുഭാവികളുമാണ്. അപ്പോൾ അവരെ തന്നെ പിരിച്ചുവിടാനായിട്ട് സർവകലാശാല തീരുമാനിച്ചു. 4 വർഷം കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം നിയമനം നൽകേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. CPM-നെ ഷംസീറിൻ്റെ ഭാര്യയെ പിരിച്ചുവിടണമെന്ന് പറയാനായിട്ട് CPM-നോ CPM-ൻ്റെ പാർട്ടിക്കോ പറ്റില്ല. കാരണം നേതാക്കന്മാരുടെ ഭാര്യമാർ മുഴുവനും എല്ലാ സർവകലാശാലയും കയറിയിരിക്കുക. 5 പോസ്റ്റ് ഉണ്ടെങ്കിലും 4 പോസ്റ്റ് നിങ്ങളെടുത്തോ 1 പോസ്റ്റ് ഞങ്ങൾക്ക് തരിക. അതിലൂടെ ഇപ്പോൾ നേതാക്കന്മാരുടെ ഭാര്യമാർ ഇനി എയ്ഡഡ് കോളേജിൽ കയറാൻ സാധ്യതയുണ്ട്. നമസ്കാരം. സ്പീക്കർ AN ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കണ്ണൂർ സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും അതുകൂടാതെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹി കൂടിയായ ശ്രീ RS ശശികുമാർ. സർ, ഈ കണ്ണൂർ സർവകലാശാലയിൽ ഈ സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു തീരുമാനം തന്നെ വലുതായി പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് ഇതിലുള്ള വിശദീകരണം? മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരെ സർവകലാശാലകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിയമിക്കുന്നത് ഒരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എല്ലാ സർവകലാശാലകളിലും നേതാക്കന്മാരുടെ ഭാര്യമാരെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷംസീറിൻ്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 2018 നിയമിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ 1ാം റാങ്ക് ലഭിച്ചത് ഡോക്ടർ MB ബിന്ദു എന്ന വളരെ മിടുക്കിയായിട്ടുള്ള ഒരു അധ്യാപികയ്ക്കാണ്. പക്ഷേ അവരെ ഹൈക്കോടതിയിൽ കേസ് പറയുകയും കേസിലൂടെ അവർ 1ാം റാങ്കിൽ നിയമിക്കാൻ പറയുകയും ഷംസീറിൻ്റെ ഭാര്യ പുറത്തു പോവുകയും ചെയ്തു. പക്ഷേ ജയിച്ചു വന്നുവെങ്കിലും അവർക്ക് കണ്ണൂർ തുടരാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി അവർ ഇപ്പോൾ ചിന്മയ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാനത്തേക്ക് നിയമനം ലഭിച്ചു. അങ്ങനെ ഷംസീറിൻ്റെ ഭാര്യ അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് 4 വർഷം സർവീസ് പൂർത്തിയാക്കിയ എല്ലാ അധ്യാപകരെയും, അത് കഴിഞ്ഞ ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലറിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. അത് ഈ ഭൂരിപക്ഷമല്ല, എല്ലാവരും തന്നെ CPM അനുഭാവികളുമാണ്. അപ്പോൾ അവരെ തന്നെ പിരിച്ചുവിടാനായിട്ട് സർവകലാശാല തീരുമാനിച്ചു. 4 വർഷം കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം നിയമനം നൽകേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ആ തീരുമാനത്തിന് തെറ്റെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിയമിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്നിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കുക. ഇതിൽ താല്പര്യമില്ലാത്ത CPM-കാരാണെങ്കിൽ അവർ പുറത്താക്കിയതിന് ശേഷം പുതിയ ആൾക്കാരെ നിയമിക്കുക എന്നൊരു അജണ്ട കൂടി അവർക്കുണ്ട്. അപ്പോൾ കോമൺ ഡിവിഷൻ വന്നപ്പോഴത്തേക്കും ഷംസീറിൻ്റെ ഭാര്യയും പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ അടുത്തുകൂടി സിൻഡിക്കേറ്റ് തീരുമാനിച്ചു 4 വർഷം പൂർത്തിയാകാത്തവർക്ക് പൂർത്തിയാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. 4 കൊല്ലം പൂർത്തിയായാലും മുഴുവൻ ഇമ്മീഡിയറ്റായിട്ട് പുറത്താക്കണം. പക്ഷേ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ അധ്യാപകരെ ആരും പുറത്താക്കാനും പാടില്ല. അവർക്ക് എക്സംഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കാര്യം 5-8 പേരുണ്ട്. അതിലൊന്നാണ് ഷംസീറിൻ്റെ ഭാര്യ. അതിന് പകരം ഷംസീറിൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചമായിരുന്നു. അങ്ങനെ അതിൻ്റെ പകരം തീരുമാനിച്ചാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ മാത്രം പിരിച്ചുവിടേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? തീരുമാനിച്ചിരിക്കുക എല്ലാവരെയും പിരിച്ചുവിടുക, എന്നിട്ട് പുതുതായിട്ട് നിയമനം നടക്കുമ്പോഴത്തേക്കും ഷംസീറിൻ്റെ ഭാര്യയെ നിയമിക്കാൻ പറ്റും. അപ്പോൾ ഇത് തികഞ്ഞ ദാർഷ്ട്യത്തോടുകൂടി ഞങ്ങൾ എന്തും ചെയ്യും, ഇതാരും ചോദിക്കാനില്ല എന്നുള്ളൊരു ഗർവമാണ്. സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മറിച്ചൊരു തീരുമാനമെടുക്കാനും സിൻഡിക്കേറ്റിൽ പാർട്ടിയുടെ പ്രഷർ ഉണ്ടായിരുന്നിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ CPM-ൻ്റെ അവിടുത്തെ ജില്ലാ നേതാവെന്ന് പറയുന്നത് രാകേഷാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിയമനത്തിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ, പ്രിയ വർഗീസിൻ്റെ. അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായിക്കൊള്ളാമെന്നില്ല ഷംസീറിൻ്റെ ഭാര്യയെ പിരിച്ചുവിടുക. എൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയും മറ്റൊരാളുടെ നേതാവിൻ്റെ ഭാര്യ പുറത്തു പോവുകയും ചെയ്യുന്നത് ഒരിക്കലും CPM-ന് രാകേഷിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് പിന്നെ
CPM-ന് ഷംസീറിൻ്റെ ഭാര്യയെ പിരിച്ചുവിടണമെന്ന് പറയാനായിട്ട് CPM-നോ CPM-ൻ്റെ പാർട്ടിക്കോ പറ്റില്ല. കാരണം നേതാക്കന്മാരുടെ ഭാര്യമാർ മുഴുവനും എല്ലാ സർവകലാശാലയും കയറിയിരിക്കുക. രാവിലെ മുതൽ ആദർശം പ്രസംഗിക്കുകയും ഇവിടുത്തെ ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ളത് കിറ്റസ് സാബു പറഞ്ഞതാണ്, ഞങ്ങളാണ് നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നതെന്ന് പറയുന്ന രാജീവാണ് ആദ്യം ഭാര്യമാരെ സർവകലാശാല നിയമിക്കുക എന്നുള്ളത് കണ്ടെത്തിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാണി കേസരിയെ കുസാറ്റ് നിയമിച്ചു. അത് കഴിഞ്ഞപ്പോൾ PK ബിജു അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജിയെ കേരള സർവകലാശാല നിയമിച്ചു. മന്ത്രി MP രാജേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നിത കണിച്ചേരിയെ സംസ്കൃത സർവകലാശാല നിയമിച്ചു. രാകേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിച്ചു. ഇനിയിപ്പോൾ ചെറുപ്പക്കാരിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വരാജ് മാത്രമേ ഉള്ളൂ ആ ശ്രേണിയിൽ ഇനി ഭാര്യയ്ക്ക് ജോലി കിട്ടാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ സമീപകാലങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യത ഇല്ല, തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് ഈ ഗവർണർ നിയമിച്ച VC-മാരാണ് എല്ലാ സർവകലാശാലകളിലും ഉണ്ടത്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിയമനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാകാം ഇപ്പോൾ സർവകലാശാലയിൽ ഈ നിയമനങ്ങൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ പുതുതായിട്ട് കോളേജുകളിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അതിനൊരു പുതിയ നിയമമുണ്ട്. പ്രൈവറ്റ് കോളേജിൽ എയ്ഡഡ് കോളേജുകളിൽ നിയമനം നടത്തുമ്പോഴത്തേക്കും അവിടെ ക്ലിയർ വേക്കൻസി ആണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ വാങ്ങണമെന്ന് നിയമമുണ്ട്. അപ്പോൾ പ്രയർ പെർമിഷൻ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഗവൺമെൻറ് ഒരു കണ്ടീഷൻ പറയും. 5 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു വേക്കൻസി ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ന നേതാവിൻ്റെ ഭാര്യയ്ക്കോ മകൾക്കോ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ 5 പോസ്റ്റും സാങ്ഷൻ ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള ഒരു വീറ്റോ പവർ ഇപ്പോൾ സർക്കാരിന് സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ 4 പോസ്റ്റ് നിങ്ങളെടുത്തോ 1 പോസ്റ്റ് ഞങ്ങൾക്ക് തരിക. അതിലൂടെ ഇപ്പോൾ നേതാക്കന്മാരുടെ ഭാര്യമാർ ഇനി എയ്ഡഡ് കോളേജിൽ കയറാൻ സാധ്യതയുണ്ട്. പണം കൊടുക്കില്ല, പക്ഷേ അവർക്ക് പണം കൊടുക്കാതെ കയറുകയും അവർ മാനേജ്മെൻറ്റ് കൊടുക്കേണ്ട പണം മറ്റ് നിയമനം ലഭിച്ചവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നേതാവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മറ്റുള്ളവർ പണം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് വരും. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു വേദിയായി സർവകലാശാല മാറ്റുമ്പോൾ തന്നെ അത് സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ സിസ തോമസ്. ഡോക്ടർ സിസ തോമസ് 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് അവരുടെ പെൻഷൻ മുഴുവൻ തടഞ്ഞു വെച്ചു. അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഗവർണറുടെ അനുമതിയോടുകൂടി സാങ്കേതിക സർവകലാശാല VC ആയി എന്നുള്ളൊരു തെറ്റാണ് അവർ ചെയ്തത്. 2 വർഷമായിട്ട് അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു. ഇതിനു മുമ്പ് കേരള സർവകലാശാലയിലെ ഡോക്ടർ V തങ്കമണി അവർ CPM നേതാക്കൾ പറഞ്ഞ SFIയുടെ ഒരു പ്രവർത്തകന് അഡ്മിഷൻ നൽകിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ മാർക്കില്ലാത്തതുകൊണ്ട് അഡ്മിഷൻ കൊടുത്തില്ല. അവരെ കേരള സർവകലാശാല ബയോടെക്നോളജി പ്രൊഫസർഷിപ്പിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അവരും വർഷങ്ങളോളം കേസ് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ചവർ സർവീസിൽ കയറിയത്. അതേപോലെ തന്നെ ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അസാൻമാർഗ പ്രവർത്തനങ്ങൾ കോളേജിൽ വ്യാപകമായിട്ട് നടക്കുന്നു വിളിച്ചു പറയാൻ തയ്യാറായത് ഡോക്ടർ രമ മഠത്തിലായിരുന്നു, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പൽ. ആ പ്രിൻസിപ്പലിനെ അവർ സസ്പെൻഡ് ചെയ്തു. കാരണം ഒരിക്കൽ മറുനാടനിൽ അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. മറുനാടനിൽ ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അത് ഒരു കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്നു. വളരെ നിരപരാധികളായ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നു പരസ്യമായി പറഞ്ഞു. വാസ്തവത്തിൽ അവർ പറഞ്ഞു 100% ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവർ ഹൈക്കോടതിയിൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ അവരുടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ മോളി കുരുവിള അവിടുത്തെ വിമൻ സ്റ്റഡീസിൻ്റെ പ്രൊഫസറാണ്. അവിടെയുള്ള SFIയുടെ നേതാവായിരുന്ന ഡയാനയ്ക്ക് 16 മാർക്ക് ദാനമായി കൊടുക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. അത് ചട്ടവിരുദ്ധമാണ്, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്ത്രീ സൗഹൃദം എന്ന് പറയാൻ സ്ത്രീകളെ പരമാവധി പീഡിപ്പിക്കുന്ന ജോലി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സ്വന്തം ഭാര്യമാരെയും പാർട്ടി അനുഭാവികളെയും സർവകലാശാലയുടെ ഓരോ സ്ഥാനത്ത് കയറ്റുക എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപകടകരമായൊരു നിലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനത്തെ കാരണമാണ് നമ്മുടെ ഷംസീറിൻ്റെ ഭാര്യയുടെ നിയമനം. ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്ത് അവരെ പിരിച്ചുവിടണം. എല്ലാവർക്കും ഒരു നിയമമായിരിക്കാൻ ബാധകമാക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും 4 വർഷം പൂർത്തിയായി അവരെ പിരിച്ചുവിടുക. അല്ലെങ്കിൽ അവർക്ക് സ്ഥിരം ലാഭം ഉണ്ടാകേണ്ട സാധ്യത ഉണ്ടാകും. ഇവരിപ്പോൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പറയുന്നത് നാഷണൽ കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. നാഷണൽ കൗൺസിൽ അറിയാതെ ഇവരെ പിരിച്ചുവിടാൻ പാടില്ല എന്ന്. വിട്ടുതരമല്ലേ, ആളുകളെ കബളിപ്പിക്കുന്നതല്ലേ. നാഷണൽ കൗൺസിലാണ് ഇവിടുത്തെ അധ്യാപകരെ നിയമിക്കുന്നത്. അധ്യാപകർക്ക് ഇഷ്ടമുള്ളവർ പുറത്ത് പോകാൻ പറയാം.
അവിടെ അധ്യാപകരുണ്ടാവണമെന്നേ ഉള്ളൂ. അവിടെ ഷംസീറിൻ്റെ ഭാര്യ വേണമെന്ന് നാഷണൽ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഷംസീറിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ നിയമനം പുനഃപരിശോധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവണം, സർവകലാശാല തയ്യാറാവണം. അല്ലെങ്കിൽ ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.